പൂജയുടെ ലൈഫിലെ 3 പോയിന്റ്സ് വിച്ച് ആർ വെരി ഇൻട്രസ്റ്റിംഗ്. ഒന്ന്, വൺ ഈസ് LSR. LSR DD ശ്രീറാം കോളേജ്, ഇന്ത്യയിലെ വൺ ഓഫ് ദ മോസ്റ്റ് റെപ്യൂട്ടഡ് കോളേജസ്, ഗേൾസ് കോളേജ്. ആൻഡ് അതും ഇക്കണോമിക്സ്. LSR ഇക്കണോമിക്സ് എന്ന് വെച്ചാൽ എത്ര മാർക്ക് കിട്ടിയാലാണ് അതിനകത്ത് കയറാൻ പറ്റുക എന്ന് ചോദിക്കരുത്, അത്രയ്ക്കും മാർക്ക് വേണം. സോ LSR എക്കണോമിക്സ് ആണ്. അതിനുശേഷം പോകുന്നത് നേരെ തൃശ്ശൂർ സ്കൂൾ ഓഫ് ഡ്രാമ, അവിടെ നിന്ന് നേരെ ഇങ്ങോട്ട്. ആൻഡ് യു ഡു യുവർ മാസ്റ്റേഴ്സ്. ആൻഡ് ദെൻ 3 വർഷം സിംഗപ്പൂരിലേക്ക് പെർസ്യൂയിങ് തിയേറ്റർ. സോ ദീസ് 3 ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ഇൻ യുവർ ലൈഫിൽ ഏറ്റവും അധികം ഒരു ട്രാൻസ്ഫോർമേഷൻ നടന്നത് എവിടെയാണ് പൂജയ്ക്ക്? ഐ തിങ്ക് ഓൾ ഓഫ് ദെം ആർ ഈക്വലി ഇമ്പോർട്ടൻറ്റ്. അത് നമ്മൾ ഇവിടെ സ്കൂളിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്ന കാലഘട്ടത്തിൽ അക്കാഡമിക്കലി അല്ല ഞാൻ പറയുന്നത്, അക്കാഡമിക്കലി ഭയങ്കര ബ്രില്യൻ്റ് ആയിട്ടുള്ള ടീച്ചേഴ്സ് ഉള്ള സ്പേസ് ആയിരുന്നു. പക്ഷേ ചില ടീച്ചർമാർക്ക് എന്തോ കുട്ടികളോട് ഭയങ്കര ഒരു വൈരാഗ്യം പോലെയൊക്കെ തോന്നുന്നു. അപ്പം നമ്മൾ ഇച്ചിരി അധികം, എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ 11th or 12th പഠിക്കുമ്പോൾ സ്കൂളിൽ ചാർട്ട് പേപ്പർ ഒട്ടിക്കണമല്ലോ. അപ്പോൾ കുറേ പ്രാവശ്യം ഈ ടീച്ചർ ആമ്പിള്ളേരോട് പറഞ്ഞു ഒട്ടിക്കാൻ സഹായിക്കാൻ. അപ്പോൾ ആമ്പിള്ളേർ ഫുട്ബോൾ കളിച്ച് നടക്കുന്നു, ഓക്കെ. അപ്പോൾ നമ്മൾ പെമ്പിള്ളേർ ഡിസൈഡ് നമ്മൾ തന്നെ അത് ഒട്ടിച്ച് നമ്മളല്ലേ ഉണ്ടാക്കിയത്, അപ്പോൾ നമ്മൾ തന്നെ ഒട്ടിക്കാം. എന്നിട്ട് നമ്മൾ ബെഞ്ച് മിക്കത് ചാർട്ട് ഒട്ടിക്കാം. അപ്പോൾ സം റാൻഡം ഡാൻസ് ടീച്ചർ കെയിം ആൻഡ് ഷെയിംഡ് us. നാണമല്ലേ ഈ ബെഞ്ചിമേ കയറി നിൽക്കാൻ. ഷീ കൻ സീ എന്താ ചെയ്യുന്നത്, നമ്മൾ വെറുതെ ബെഞ്ചിമേ കയറി ഡാൻസ് കളിക്കുകയല്ല, ഈ ബെഞ്ചിമേ കയറി ചാർട്ട് ഒട്ടിക്കാൻ ആണ് പോകുന്നത്. പക്ഷേ ഷീ ഡിസൈഡഡ് ടു ഡു ദാറ്റ്. അപ്പോൾ ഇതൊക്കെ കാരണം ഞാൻ വിചാരിച്ചു എന്താണ്. ആൻഡ് ദെൻ യു എൻഡ് അപ്പ് ഇൻ LSR വേർ ഓ മൈ ഗോഡ് എവ്രിതിങ് യു ഡു. അതായത് നമ്മൾ ഇപ്പം നാടകം കളിക്കുമ്പോൾ ലൈറ്റിൻ്റെ കാര്യമാണെങ്കിൽ ലൈറ്റ് ബാറിൻ്റെ മുകളിലും പെമ്പിള്ളേരായിരിക്കും. പിന്നെ ഇപ്പം കോളേജ് ഫെസ്റ്റ് വരികയാണെങ്കിലും തോരണം തൂക്കാൻ എല്ലാത്തിൻ്റെയും മുകളിൽ പെമ്പിള്ളേർ തന്നെയാണ്. അപ്പം ആൻഡ് ആ മൊമെൻറ്റിലാണ് നമ്മൾ റിയലൈസ് ചെയ്യുന്നത് ദർ ഇസ് നോ വൺ റൈറ്റ് ഓർ റോങ്. അത് നമ്മുടെ ശരികളിലൂടെ നമുക്ക് ഉറച്ച് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള കുറച്ച് സ്പേസ് ഒക്കെ തുറന്നു വരും എന്ന് തോന്നുന്നൊരു സ്ഥലമാണ് LSR. എനിക്ക് പേഴ്സണലി സ്റ്റഡിങ് ഇൻ എ പ്ലേസ് ലൈക്ക് LSR ഓൺ എ റെഗുലർ ബേസിസ് യു സീ പീപ്പിൾ ലൈക്ക് മറ്റേ ശശി തരൂർ, കപിൽ സിബിൾ, ലൈക്ക് ഇറ്റ്സ് ഇൻ ഡൽഹി നോ. സോ കിരൺ ബേദി, അല്ലാതെ കൾച്ചറൽ സ്പേസിലുള്ള കുറേ പേര്. അപ്പോൾ നമുക്ക് കുറേ നമ്മുടെ അലൂമിനയാണ്. നമ്മൾ 3rd year പഠിക്കുമ്പോൾ ഓങ് സാങ് സൂചി, ഷീ ഈസ് എൻ അലൂമിനായി ഓഫ് LSR. സോ ഷീ ഹാഡ് ജസ്റ്റ് ബീൻ ലൈക്ക് ഔട്ട് ഓഫ് ദ ഹൗസ് അറസ്റ്റ് ആൻഡ് അപ്പോൾ ഡൽഹിയിൽ വന്നിട്ടുണ്ടായിരുന്നു. ആൻഡ് ദി ഓൺലി പ്ലേസ് ഷീ വാണ്ടഡ് ടു വിസിറ്റ് വാസ് ദ കോളേജ്. സോ ഷീ കെയിം. സോ ദാറ്റ് വാസ് ഇൻ മൈ 3rd year. സോ വി ഗോട്ട് ടു സീ ഇങ്ങനത്തെ സ്ത്രീകളെ കാണുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് തോന്നും കുറച്ച് എന്തെങ്കിലുമൊക്കെ സംഭവിക്കുന്നുണ്ടായിരുന്നു ആ സമയത്ത്. നമ്മുടെ ഒരു ലിമിറ്റിനൊന്ന് എക്സ്പാൻഡ് ചെയ്യുന്ന സ്പേസും കൂടെ ആയിരുന്നല്ലോ സാർ. ഇപ്പം പണ്ടൊക്കെ നമ്മൾ പഠിക്കുന്ന സമയത്ത് പുസ്തകത്തിൽ പഠിക്കുന്ന എല്ലാം ശരി എന്നുള്ള ധാരണയിൽ നിന്ന് ഒരു പുസ്തകം അല്ല ഒരു സബ്ജക്റ്റ്, പല ഒരു 3 references ഉണ്ടാവുമല്ലോ. സോ ദെൻ ആൻഡ് 3 might have 3 different perspectives. And then you might have your own. And that is also valid. അതിനുള്ള സ്പേസ് ഉണ്ടായിരുന്നു. ഇപ്പോൾ പലപ്പോഴും നമ്മൾ ഈ എഡ്യൂക്കേഷനിൽ വരുന്ന ഒരു ക്ലാമ്പ് ഡൗൺ ഒക്കെ കാണുമ്പോൾ ദിസ് ഈസ് വാട്ട് ഐ ഫീൽ ലൈക്ക് വിൽ മിസ് ഔട്ട്. അത് ഭയങ്കര നമ്മൾ പഠിക്കുന്ന പുസ്തകങ്ങളെ ചാലഞ്ച് ചെയ്യാനുള്ളൊരു സ്പേസ്, അങ്ങനത്തെ ഒരു ചിന്ത തന്നെ നമുക്ക് ഒരു ഒറിജിനൽ വോയിസ് ഡെവലപ്പ് ചെയ്യാനും ഒക്കെ ഉള്ളൊരു സ്പേസ് അവിടെ തുറന്നു വന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്തൊക്കെ കുറേ അടി ഉണ്ടാവും പ്രൊഫസേഴ്സൊക്കെ ആയിട്ട്. പക്ഷെ എന്നാലും ദേ ഗേവ് ദാറ്റ് സ്പേസ്, ദേ opened up that space to have that debate. അത് I don't know how much it happens here and all that. കേരളത്തിൽ നിന്ന് പഠിച്ചു വന്ന കുട്ടിയായതുകൊണ്ട് അവിടെ ചെന്നപ്പോൾ അവിടുത്തെ ഒരു ട്രാൻസിഷൻ ഉണ്ടല്ലോ, ഒരു ഡിഡ് യു ഹാവ് എനി ബാരിയേഴ്സ് ടു ഓവർകം? Did you have any challenges as a person to overcome? അവിടെ ഒരു LSRൽ മലയാളി അസോസിയേഷൻ പോലെ എന്തോ ഉണ്ടെന്ന് എനിക്കറിയാം, സ്റ്റുഡൻസ് അസോസിയേഷൻ. പക്ഷെ ഞാൻ അങ്ങനത്തെ ഒരു സർക്കിളിൽ എപ്പോഴും നമ്മൾ ഉണ്ടാവാറില്ല. നമ്മൾ ഇതേപോലെ DUവിൽ തന്നെ ഒരു മലയാളി അസോസിയേഷൻ, മലയാളി സ്റ്റുഡൻസ് അസോസിയേഷനൊക്കെ ഉണ്ട്. നമ്മളപ്പം വിഷുവിനും ഓണത്തിനൊക്കെ സദ്യ കഴിക്കാൻ പോകുന്നല്ലാതെ
അത് നമുക്കൊരു സെറ്റ് ഓഫ് മലയാളീസ് ഉണ്ടായിരുന്നു ഫ്രണ്ട്സ് ആയിട്ട്. പക്ഷെ നമ്മളെല്ലാവരും ആ കാറ്റഗറി ആയിരുന്നു. അപ്പോൾ ഈ മലയാളി അസോസിയേഷൻ പിള്ളേരുടെ ഒരു പ്രശ്നം എനിക്ക് തോന്നിയിട്ടുള്ളതെന്ന് വെച്ചാൽ ദേ ടു മച്ച് വിത്ത് ദെംസെൽഫ്. അപ്പം നമ്മൾ ഈ ഒരു സ്പേസിൽ പോകുമ്പോൾ പല രീതിയിലുള്ള മീൻസ് പല ഭാഗങ്ങളിൽ നിന്നുള്ള ആൾക്കാരായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ്, അവരുടെ കൾച്ചേഴ്സായിട്ട് എൻഗേജ് ചെയ്യാൻ പറ്റുന്ന ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പോൾ ഈ മലയാളികൾ മാത്രം ഇട്ടി നടക്കുന്ന സ്വഭാവം അത് അപ്പോൾ എനിക്ക് തോന്നുന്നത് കുറച്ചും കൂടെ റെസ്ട്രിക്റ്റീവ് ആയിട്ടുള്ളൊരു എക്സ്പാൻഡ് ചെയ്യാനുള്ള അവസരം കുറയ്ക്കുകയാണല്ലേ. സോ അതെനിക്കൊരു പ്രശ്നമാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു ഗ്രൂപ്പിലൊന്നും ഞാൻ ഒരിക്കലും, അത് എവിടെ പഠിച്ചാലും മലയാളി അസോസിയേഷൻ എല്ലാ സ്ഥലത്തും ഉണ്ട്. സിംഗപ്പൂരാണെങ്കിലും ഉണ്ട്. പക്ഷെ സിംഗപ്പൂർ അത് ഇല്ലാത്തൊരു സ്ഥലം ഇല്ലല്ലോ. പക്ഷെ ഐ സ്റ്റേ അവേ ഫ്രം ഇറ്റ്. സദ്യ കഴിക്കാൻ പോകും. ആൻഡ് ഈ ജെൻഡർ പോളിറ്റിക്സ് അല്ലെങ്കിൽ ജെൻഡർ ഡൈനാമിക്സിനെ കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ അവിടെയാണോ മാറിയത്? LSR ആയിരുന്നോ? വാസ് ഇറ്റ് ദ ഫൗണ്ടേഷൻ സ്റ്റോൺ ഫോർ യു? എന്ന് വെച്ചാൽ പല വൊക്കാബുലറി തന്നെ നമുക്ക് അറിഞ്ഞൂടാ. ജെൻഡർ ഇപ്പൊ ഹോമോസെക്ഷുവാലിറ്റി, I didn't know what homosexuality was till college. അതും I am not that old also. I'm 32 years old. So it's like, അപ്പം എനിക്കൊന്ന് സെക്കൻഡ് ഇയറിലെങ്ങാണ്ട് പഠിക്കുമ്പോഴാണ് ഗേ പ്രൈഡ് മാർച്ച് നടക്കുന്നതും ഇറ്റ്സ് ബിക്കമിങ് എ ഹോൾ തിങ് ആൻഡ് ഡീക്രിമിനലൈസിങ് 377 that happened during that time. So that's when you're hearing about homosexuality. Then you realize നമ്മുടെ കോളേജിൽ there are a lot of couples. Like there are girls who are in a relationship with girls. And I'm like, ഞാൻ പോക്കാണല്ലോ, ഇതിനെന്താ കുഴപ്പം? കുഴപ്പമുണ്ടാവില്ലല്ലേ. പിന്നെ ഞാനിങ്ങനെ ചിന്തിക്കാൻ തുടങ്ങി, ഇനിയിപ്പോൾ എൻ്റെ ചേച്ചീൻ്റെ മക്കൾ ഇതാണ് ഇങ്ങനെ ഹോമോസെക്ഷുവാലിറ്റി ആ ഒരു സ്പെക്ട്രത്തിലോട്ടാണ് പോകുന്നതെങ്കിൽ എന്താവും? അപ്പം എൻ്റെ ഉള്ളിൽ എന്തോ ഒരു ട്രഡീഷണൽ സ്വഭാവം ഞാൻ തന്നെ നോട്ടീസ് ചെയ്യാം. പിന്നെ ആ സമയത്ത് അവിടുത്തെ ഫിലിം സൊസൈറ്റിയുടെ ആൾക്കാർ ഒരു ബ്രോക്ക് ബാക്ക് മൗണ്ടൻ ആൻഡ് ടു ഓഫ് മൈ ഫേവറേറ്റ് ആക്ടേഴ്സ് ജേക്ക് ജിലൻഹാൽ ആൻഡ് ഹീസ്, എനിക്കത് കണ്ടിട്ട് അപ്പം അതാണ് ഈ പവർ ഓഫ് സിനിമ. എൻ്റെ ജീവിതത്തിൽ ഇറ്റ് ചേഞ്ച് സംതിങ് അബൌട്ട് മീ ആ ഒരു സിനിമ.